അളിയാ അടിച്ചു കേറി വരാൻ പറഞ്ഞപ്പോ മഴയാണ് അളിയാ അടിച്ചു കേറി വന്നത്. ആലപ്പുഴ ബീച്ചിൽ വന്ന് പൊളിക്കാന്ന് വിചാരിച്ചിട്ട് ഫുൾ മഴയാണല്ലോ അളിയാ. നമ്മുടെ വെരി നിൽക്കണ ഈ മഴയത്ത് നമുക്ക് ആളെ കയറ്റണ്ടേ? പിന്നെ അത് വേണമില്ല അളിയാ, രണ്ടും കൽപ്പിച്ച് കാല് പിടിക്കാല്ലേ, ഇരന്നാലേ രക്ഷയുള്ളൂ. ആളെ പിടിച്ച് പോക്കാം. സൂര്യ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് നിങ്ങളുടെ സ്വന്തം മൈജി ഫ്യൂച്ചർ അടിച്ച് കേറിവ, co-branded by KSFE ഹാർമണി ചിട്ടുകൾ and special partner ISSD require a job, acquire a skill and happy pickles. അളിയാ, അതെ, നമ്മുടെ കൂടെ ഇന്ന് ആരൊക്കെയാണുള്ളത്? അളിയ, നമ്മുടെ കൂടെ ഉള്ളവര് അവിടെ ഇരുന്നോട്ടെ. അത് നമ്മുടെ സ്വന്തം ചങ്ക് ആദിയും പൂജയാണ്. നമ്മൾ നിൽക്കുന്ന നാട് ഏതെന്ന് അറിയാമോ? ഏത് നാടാ അളിയാ? കായലിന്റെ കനിവും പാടശേഖരങ്ങളുടെ പച്ചപ്പും വള്ളംകളിയുടെ ആവേശവും ചേർന്ന് പുഴകളുടെ ആലയമായ ആലപ്പുഴ. ആലപ്പുഴയിലാണ് ഇന്ന് നമ്മുടെ മൈജി ഫ്യൂച്ചർ അടിച്ചു കയറി അങ്ങോട്ട് വന്ന അടിച്ച് കയറാൻ പോണത്. ബീച്ചിൽ വെക്കാനുള്ള സൺഗ്ലാസും വെച്ചോണ്ട് ഇൻഡോറിൽ നിൽക്കുന്നത് ചിലപ്പോ പലരും അല്പത്തരോ എന്നൊക്കെ പറയും. ശരിക്കും നമ്മള് ബീച്ചിലായതുകൊണ്ടാണല്ലോ ഈ കണ്ണാടിയൊക്കെ വെച്ച് വന്നത്. അപ്പോഴാണല്ലോ മഴ പെയ്ത് നമ്മൾ തൂക്കിയെടുത്ത് ഇൻഡോറിൽ ഇട്ടത്. അടിച്ചു കയറി വരാൻ പറഞ്ഞപ്പോ മഴയാണ് അടിച്ചു കയറി വന്നത്. എന്ത് ചെയ്യേ? അപ്പൊ നമ്മുടെ പ്രേമപൂജയിലെ പൂജയും ആദ്യം നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കണ്ടസ്റ്റൻസിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ താങ്ക് യു സോ മച്ച്. ഹൗ ആർ യു ഗൈസ് ഡൂയിങ്? എങ്ങനെയുണ്ട് ഞങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ്? അടിപൊളിയാണ്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വന്നപ്പോൾ പാതിരപ്പള്ളിയിൽ നിങ്ങൾ വന്ന ഒരു എനർജി ഉണ്ടല്ലോ, അത് ഭയങ്കര കിടലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണല്ലോ പിന്നെ വന്നത്. അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ മുന്നും പിന്നും നോക്കാതെ ആലപ്പുഴ എന്ന് കേട്ടപ്പം നിങ്ങൾ രണ്ടുപേരും തന്നെ അങ്ങോട്ട് വിളിച്ചത്. സൂര്യ ടിവിയിൽ രാത്രി 9:30 പോകുന്ന പ്രേമപൂജ സീരിയലിൽ ആരാ ഇത്? ഇത് ആരാ ഇത്? ഇവര് തമ്മിലുള്ള ബന്ധം അറിയാവോ? പിന്നെ ഉള്ള അവിഹിതമാ. ശരി, അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് ഇറങ്ങിയാലോ? മത്സരം എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, നമ്മള് ചെറിയ പരിപാടിയൊന്നും അല്ല. അതെ, 5000 തുടങ്ങി 1,50,000 വരെ എത്താൻ പോകുന്ന നല്ല കിടുകിടാസ്കി പരിപാടിയാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ചുമ്മാ പറയുന്നൊന്നും അല്ല, സ്പോട്ടിലാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത്. അല്ലേ? കാര്യം സംശയം ഉണ്ടെങ്കിൽ തിരിഞ്ഞു നോക്ക് ബാക്കിലോട്ട്. കണ്ടാ നിരത്തി വെച്ചിരിക്കുന്ന 1,50,000 രൂപയുടെ സമ്മാനങ്ങൾ. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV, ഫ്രയർ, തേപ്പ് വെട്ടി ഇവന് വേണ്ടി അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ടെന്ന് കണ്ടോ? യെസ്. ഇതൊക്കെ നേടാൻ പോണ ആലപ്പുഴയിലെ ആ ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ ഭാഗ്യവതികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ നാട്ടിലേക്ക് നേരത്തെ തന്നെ വന്ന ഇവിടെയുള്ളവരെയൊക്കെ ഓഡീഷൻ ചെയ്തിട്ട് അതിലുള്ള ഏറ്റവും മികച്ച 6 പേരെയാണ് നമ്മൾ ഈ വേദിയിലേക്ക് നിറഞ്ഞ കൈയടിയോടുകൂടി സ്വാഗതം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ let us welcome the 6 contestants onto the stage. അളിയ, ആ സൈഡ് ഒരു 2 സെന്റ് സ്ഥലം കൂടെ കിട്ടും ആ ചേട്ടന് നിൽക്കാൻ. എത്തുന്നില്ല എണ്ണീട്ടെ. ആരാ അളിയ? അത് ഞാൻ ഇറക്കിയതാ. നിന്റെ ചെറിയ 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 ഉടായ്പൊക്കെ പൊക്കിയത് കൊണ്ട് ഞാൻ ഇറക്കിയതാ. അളിയ, ആ ചേട്ടൻ ചില്ലറക്കാരനല്ലെന്നാണ് ഇവിടുന്ന് നാട്ടു സംസാരം. എന്താ പ്രശ്നം? അതായത് സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, സൂപ്പർ സീനിയർ ലെവലിലൊക്കെ മിസ്റ്റർ ആലപ്പുഴ ആയിരുന്നടേ അങ്ങേര്. പേടിയില്ല, ഒരു ബഹുമാനം, ചെറിയൊരു ഭയം. ശരി, ഇവിടെ പങ്കെടുക്കാൻ താല്പര്യമുള്ള 2 പേർ കൂടെ അവസരം തരാം. നേരത്തെ വിജയ് സൂചിപ്പിച്ച പോലെ ആ ഓഡിഷനിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി നിൽക്കുന്നത് അശ്വിനിയും നിസാമോൾക്കുമാണ്. നിസാമോൾക്ക് അശ്വിനിക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ളത്. അപ്പൊ നിങ്ങൾക്കായിരിക്കും മുൻഗണന. അപ്പൊ ഞങ്ങളിപ്പോ ഒരു ജനറൽ നോളജ് ചോദിക്കാൻ പോകണം. 2 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ജനറൽ നോളജ് എന്ന് പറഞ്ഞപ്പോ തട്ടമൊക്കെ ഇട്ട് കണ്ണൊക്കെ മറച്ച് ഞാനോ പോട്ടെ ചോദിക്കും. ആലപ്പുഴയുമായി ബന്ധപ്പെട്ട ഉത്തരം അറിയാമെങ്കിൽ കൈപൊക്കുക. ആലപ്പുഴയിൽ ഫേമസ് ആയിട്ട് നടക്കുന്ന ഒരു വള്ളം കളിയുണ്ട്. അതിന്റെ പേരെന്താണ്? ഓക്കെ, അശ്വിനി എന്റെ അടുത്ത് ഉത്തരം പറഞ്ഞു. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ വള്ളംകളി നടക്കുന്ന കായലും കൂടെ ഏതാണെന്ന് പറയണം. അതറിയാവോ? ആ കായലിന്റെ പേര് അതെവിടെ? അശ്വിനിക്ക് അറിയാന്ന് കേട്ടോ. അശ്വിനിക്ക് അറിയാം. അശ്വിനി പറ. അശ്വിനി
ആ ഓക്കെ. ചേച്ചി പറഞ്ഞേ ആദ്യം. രണ്ട് ചോദ്യം ചോദിച്ചു, രണ്ടിനുള്ള ഉത്തരം നമ്മുടെ അശ്വിനി കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അളിയാ ഇവിടെ അത് തന്നെയാണ് അവസ്ഥ. അതെ. ശരി, അപ്പൊ എന്തായാലും ഉത്തരം കറക്റ്റ് ആയിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ആ. നമുക്ക് നമ്മുടെ നിസാമോളിനെയും അശ്വിനിയെയും മത്സരത്തിലേക്ക് അങ്ങോട്ട് എടുത്താലോ? അപ്പോ ബാക്കി വന്നവർക്ക് വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്കുള്ള അവസരം പുറകെ വന്നോളും. ഇതിൽ ഒരാൾ ഔട്ട് ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വീണ്ടും ചാൻസ് കിട്ടുന്നതാണ്. ഓക്കെ, എന്റെ ടീമിൽ നിൽക്കുന്ന എന്റെ സ്വന്തം കൊച്ചിനെ പരിചയപ്പെടാം. പറയൂ, പേര് പറയൂ. എന്റെ പേര് അശ്വിനി. അശ്വിനി എന്ത് ചെയ്യുന്നു? ഞാൻ ആര്യാട് ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും അടിപൊളി. തുമ്പോളി എന്ന് പറയുന്ന തീരദേശ ഗ്രാമത്തിന്റെ വാർഡ് മെമ്പറുമാണ്. ആ അടിപൊളി. നിലവില് MSW കഴിഞ്ഞു, ആ. ദെൻ MA സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പഠനവും പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. അടിപൊളി, സൂപ്പർ. ഇനിയാണ് ആലപ്പുഴക്കാര് ജയിക്കാൻ പോകുന്ന ടീം മെമ്പറിനെ പരിചയപ്പെടാൻ പോകുന്നത്. അതെ, പറഞ്ഞാലും ഭവതി. എന്റെ പേര് നിസാമോൾ. ഞാൻ MO വാർഡിൽ നിന്ന് വരുന്നു. ഞാനൊരു ഹൗസ് വൈഫാണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ ടീമിന് വേണ്ടി, അതായത് നിസാമോളും ഈ സൈഡും എന്റെ ടീമാണ്. അപ്പൊ നിങ്ങൾ ചങ്ക് പറിച്ച് എന്റെ കൂടെ നിന്നോണം കേട്ടാ. നമ്മുടെ ടീമാണ്. ഒന്ന് ആഞ്ഞ് കൈയടിച്ചെല്ലാം കൂടെ. കമാ. അപ്പൊ നമ്മുടെ അശ്വിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഈ ടീം ഇവിടെ ഉള്ളവരൊക്കെ നന്നായിട്ടൊന്ന് കൈയടിച്ച്. അപ്പൊ നമ്മൾ ആദ്യത്തെ ലെവൽ മത്സരത്തിലേക്ക് കടന്നാലോ? പിന്നെ ഫസ്റ്റ് ലെവൽ മത്സരത്തിൽ വിജയിച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 5000 രൂപ വിലമതിക്കുന്ന ഒരു എയർ ഫ്രയറും ആൻഡ് അയൺ ഏപ്പുപെട്ടി. അപ്പൊ നമുക്ക് ഫസ്റ്റ് ലെവലിലെ ഗെയിം എന്താണെന്ന് നോക്കാം. നമ്മുടെ സെറ്റപ്പ് കണ്ടു, വളരെ സിമ്പിൾ പരിപാടിയാണ്. 2 കുപ്പിയുണ്ട്, താഴെ കുറച്ച് മുത്തുണ്ട്. നിങ്ങൾ ഈ MG ആയിട്ടുള്ള കുപ്പിയിലേക്ക് ഇത് ഇങ്ങോട്ട് നിറയ്ക്കണം. കിട്ടാൻ പോകുന്ന സമയം 1 മിനിറ്റ് ആണ്, 60 സെക്കൻഡ് ആണ്. അപ്പൊ ഈ 60 സെക്കൻഡിനുള്ളിൽ ആരാണ് ഇത് എളുപ്പം കംപ്ലീറ്റ് ചെയ്യുന്നത്, ഒന്നീ അങ്ങനെ, അല്ലെങ്കിൽ 60 സെക്കൻഡിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ലെവൽ ആരാണ് എത്തിയിരിക്കുന്നത് അവരായിരിക്കും വിജയിക്കുന്നത്. 3, 2, 1 ഗോ. ഒരുപാട് ഷേക്ക് ചെയ്യണ്ട. വെരി ഗുഡ് അശ്വിനി അടിപൊളി സൂപ്പർ. സിമ്പിൾ പരിപാടിയാണ്. കഴിഞ്ഞ് കുറച്ചുകൂടെ ഇനി സ്ലോ ആക്കാം. എവിടെടാ നിന്റെ ഗ്ലൂക്കോസ് കുപ്പി? തോൽവി നിന്നാണ് നമ്മൾ ജയത്തിലേക്ക് വരുന്നത്, അല്ലെ ജയത്തിൽ നിന്നല്ല തോൽവിയിലേക്ക് വരുന്നത്. ഞാനിത് മനപ്പുറം ഞങ്ങൾ തോറ്റു വന്നതാണ്. നിങ്ങളുടെ ആവേശം ഞങ്ങൾ തല്ലിക്കെടുത്തില്ല. അങ്ങനെ ലെവൽ 1-ൽ നിസ്സാരമായി വിജയിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം അശ്വിനി നേടിയിരിക്കുന്നു 5000 വിലമതിക്കുന്ന സമ്മാനങ്ങൾ. അശ്വിനി ഇപ്പൊ ഇവിടെ വന്ന് ഫസ്റ്റ് ലെവൽ ജയിച്ചിരിക്കുകയാണ്. ഇതിനൊരു പർപ്പസ് ഉണ്ടല്ലോ, എന്തോ ഒരു ലക്ഷ്യത്തോടെ. ഈ 1,50,000 അതിന് മുകളിൽ എന്തോ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അശ്വിനി ഇവിടെ വന്നിരിക്കുന്നത്. എന്താണ് ആ ലക്ഷ്യം, പറയൂ. എന്റെ ഏതൊരു ഉദ്യമത്തിന്റെ പിന്നിലും എന്റെ എപ്പോഴും ആലോചിക്കുന്നത് എന്റെ വാർഡുകാരെ കുറിച്ച്, എന്റെ തുമ്പോളിക്കാരെ കുറിച്ച് തന്നെയാണ്. അപ്പോ ഇവിടുന്ന് കിട്ടുന്ന എന്താണോ അതിന് ഏറ്റവും അർഹതയായ ഒരു വ്യക്തിക്ക് വേണ്ടി അത് കൊടുക്കണമെന്ന് തന്നെയാണ് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമുള്ളത്. അതാണ് അശ്വിനി. പൂജയുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയുണ്ടല്ലോ, കുട്ടിയുടെ അച്ഛൻ ആരാണെന്നുള്ളത് ആദിയുടെ വീട്ടുകാർക്ക് വല്ല ബോധ്യം ഉണ്ടോ? അതിനെ കുറിച്ച് കൃത്യമായിട്ട് വല്ല ഐഡിയ ഉണ്ടോ? ചിരിക്കുന്നു, അതാ ചേച്ചിക്കാണ് നാണം. പൂജ പറ, അറിയാവോ അവന്റെ വീട്ടുകാർക്ക്? നമ്മുടെ ജയശങ്കിനി മുത്തശ്ശി എന്നോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോ എനിക്ക് ആക്ച്വലി ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കൊടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് ഓഫ് അതർ പല കാരണങ്ങൾ കൊണ്ട് കൊടുത്തില്ല. അതല്ലേ അങ്ങനെ നമ്മൾ പറയാൻ ബുദ്ധിമുട്ടാണല്ലോ. ആദിയുടെ ചേച്ചിയുണ്ട്, ആമി ചേച്ചി. അപ്പൊ ആമി ചേച്ചിക്ക് ഇതറിയാം ത്രൂ നമ്മുടെ വീട്ടിലെ വേലക്കാരി ഗോമതി. സോ ഇവർക്ക് 2 പേർക്കും അറിയാവുന്നത് കൊണ്ട് ആമി ചേച്ചിക്ക് എന്നോട് കുറച്ച് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അളിയാ, ഇത്രയും നേരം നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസിനും കൂടെ നമ്മൾ എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ കൊടുത്തില്ലെങ്കിലേ ആ മുഖമൊക്കെ അങ്ങോട്ട് വാടും. അതുകൊണ്ട് അവർക്ക് അങ്ങോട്ട് ഗിഫ്റ്റ് നമ്മൾ അങ്ങോട്ട് വാരിക്കോരി കൊടുക്കാൻ പോവുക. നിങ്ങൾക്കാണ് സമ്മാനം തരാൻ പോകുന്നത് കേട്ടോ. ആരാണ് ആദ്യം കൈപൊക്കുന്നത് അവർക്കായിരിക്കും പറയാനായിട്ടുള്ള ചാൻസ് കിട്ടുന്നത്. ആദിയുടെ ചേച്ചിയുടെ പേര് എന്താണ്? ആമി ചേച്ചി. കറക്റ്റ് ആൻസർ. വരണം. ഡെന്റോ ക്ലിനിക് ജർമ്മൻ ഡിസൈൻ ടൂത്ത് ബ്രഷ് ആണ് ചേച്ചിക്ക് സമ്മാനമായിട്ട് കിട്ടിയിരിക്കുന്നത്. ആദിയുടെ വീട്ടിൽ എത്ര ഗർഭിണികളുണ്ട്? 2 പേര്. ആരൊക്കെയാണ്?
ആമിയും പൂജയും. ആമി പൂജയും correct answer. ടിച്ചിക്ക് ലഭിക്കുന്നു നന്ദികേശം ഹെർബൽ ഹെയർ ഓയിൽ നൽകുന്ന ഒരു സമ്മാനം. കൈയടി കൊടുക്കൂ. നമുക്ക് രണ്ടാമത്തെ ലെവലിലേക്ക് പോകാനുള്ള സമയമായി. രണ്ടാമത്തെ ലെവലില് നിങ്ങൾക്ക് ലഭിക്കുന്നത് 10,000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളാണ്. വാട്ടർ പ്യൂരിഫയർ, മിക്സി, കെറ്റിൽ. അങ്ങനെ 10,000 രൂപയുടെ വിലമതിക്കുന്ന സമ്മാനങ്ങളാണ്. അതിനൊപ്പം നിങ്ങൾക്ക് 5,000 രൂപയുടെ കഴിഞ്ഞ ലെവലിലെ സമ്മാനങ്ങൾ ലഭിക്കുന്നതാണ്. ഗെയിമിന്റെ പേര് മൂക്കിൽ പഞ്ഞി. ഇവിടെ ഏതാണ്ട് ബൗളിൽ തേനിരിപ്പുണ്ട്, അപ്പുറത്ത് പഞ്ഞി ഇരിപ്പുണ്ട്. ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് നിങ്ങളുടെ സുന്ദരമായ മൂക്ക് വെച്ച് ആ തേനിലോട്ട് അങ്ങോട്ട് മുക്കുക. പിന്നെ ആ തേനിന്റെ ഒരു പശയുണ്ടല്ലോ, അത് വെച്ച് ഒരു പഞ്ഞി അങ്ങോട്ട് ഒപ്പുക. എന്നിട്ട് ഇത് അങ്ങോട്ട് നടക്കുക, അവിടെ കൊണ്ട് കുടഞ്ഞ് അങ്ങോട്ട് ഇടുക. 1 മിനിറ്റ് കൊണ്ട് ഏറ്റവും കൂടുതൽ പഞ്ഞികൾ അവിടെ എത്തിക്കുന്നവര് വിജയിച്ചിരിക്കണു. അതാണ് മൈ ജി ഫ്യൂച്ചർ അടിച്ചു കയറി വാ. സെക്കൻഡ് ലെവൽ ഗെയിം സ്റ്റാർട്ട്സ് നൗ. മുക്ക് മൂക്കിൽ പഞ്ഞി. മൂക്കിൽ പഞ്ഞി. എന്റെ കൊച്ചിനെ കണ്ട് പണി. അയ്യോ അത് പോയി. അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്യണം. അങ്ങോട്ട് പതുക്കെ മതി. മൂക്ക് സിമ്പിൾ പരിപാടിയാണ്. 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ഓക്കെ, അപ്പൊ നമ്മുടെ മത്സരം അവസാനിച്ചിരിക്കുകയാണ്. ജഡ്ജസ് 15 നമ്മുടെ നിസാമോൾ ചേച്ചിയുടെ അക്കൗണ്ട്. 17 അടിച്ചുകൊണ്ട് എന്റെ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ തൂക്കിയിരിക്കുകയാണ്. അപ്പോ അങ്ങനെ ലെവൽ 2 മത്സരിച്ച് 15,000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങൾ നേടിക്കൊണ്ട് അശ്വിനി ജൈത്രയാത്ര തുടരുന്നു. അപ്പൊ നിസാമോൾ ചേച്ചി, ഇപ്പം ആദ്യത്തെ ലെവലും രണ്ടാമത്തെ ലെവലും നമ്മൾ ജയിച്ചു നിൽക്കുന്നതുകൊണ്ടേ തോറ്റ് നിൽക്കുന്നതുകൊണ്ട് ഇനി മൂന്നാമത്തെ ലെവലിലേക്ക് ചേച്ചി പോണോ വേണ്ടയോ എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഓഡിയൻസ് ആണ് തീരുമാനിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് തീരുമാനം വിടുകയാണ്. ചേച്ചിക്ക് ഒരു അവസരം കൂടെ കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഇനിയും മത്സരിക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ചേച്ചി നിൽക്കണമെന്നുള്ളവരെല്ലാരും ഒന്ന് കൈ. നിസാമോൾ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളവരൊന്ന് കൈ. നമ്മുടെ പ്രിയപ്പെട്ട നിസാമോൾ അവിടെ പുറകിൽ ആളെ നോക്ക്. നീ പുറകില് 2, 3, എല്ലാരും നോക്ക്. 4, 5, 6, 7, 8 പേരുണ്ട്. 9, 10 പേരുണ്ട്. 11, 12 ഇക്കിളിട്ട് പൊക്കല്ലേ കൈതാത്ത് പോയി. 12, 11. ഇനി ചേച്ചി പോയിട്ട് പുതിയ ആളെ കൊണ്ടുവരണം എന്നുള്ളൊരു കൈവൊക്കെ. എന്നാ നിക്കണ്ട, പറഞ്ഞു വിടണമെന്നാണ് ചേച്ചി. ഇവിടെ ഇരിക്കണം. ചേച്ചിക്ക് ഒരു പ്രോത്സാഹന സമ്മാനം ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ആദിയാണ് ചേച്ചിക്ക് നിസാമോൾ ചേച്ചിക്ക് തരുന്നത് പാലക്കാടൻ നാച്ചുറൽ നെല്ലരി റൈസ്. ഇനി വെയിറ്റിംഗ് ലിസ്റ്റ് ഇരിക്കുന്ന കണ്ടസ്റ്റൻസ്, നിങ്ങളിൽ നിന്നും ഒരാൾക്ക് ഈ മത്സരത്തിൽ ജോയിൻ ചെയ്യാൻ അവസരം ലഭിക്കുകയാണ്. നീ ഒരു ടാസ്ക് കൊടുത്തിട്ട് നീ തന്നെ അങ്ങ് സെലക്ട് ചെയ്തിട്ട് കറക്കി കുത്തി എടുത്തോട്ടെ. അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറ്റൂല. മര്യാദയ്ക്ക് ടാസ്ക് ഓർഡർ ചെറുക്ക. ഒരു ടങ് ട്വിസ്റ്റർ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരും. നാക്കുളിക്ക്. അപ്പൊ അത് കൃത്യമായിട്ട് ഒരു അവസരമേ ഉള്ളൂ. കൃത്യമായിട്ട് തിരിച്ചു പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർക്കായിരിക്കും നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് ആയിട്ട് വിജയകരമായിട്ട് നിൽക്കുന്ന ഈ ടീമിലോട്ട് കയറാനുള്ള ആ ഒരു സൗകര്യം ഒരുക്കി തരുന്നത്. ശ്രദ്ധിച്ച് കേക്ക്. ഈ നെട്ടൂരാനോടാണോടോ തന്റെ കളി? അത് പറ. ഈ നെട്ടൂരാനോ അടുത്തത്. ഈ നെട്ടൂരാനോടാണോ നിന്റെ കളി? ഒന്നുകൂടെ പറ. ഈ നെട്ടൂരാനോടാണോ നിന്റെ കളി? ഒന്നുകൂടെ. ഈ നെട്ടൂരാനോടാണോ നിന്റെ കളി? കുഴപ്പമില്ല. ഇവിടെ കൊടുക്ക. ഈ നെട്ടൂരാനോടാണോടാ നിന്റെ കളി? അടിപൊളി. ഈ നെട്ടൂരാനോടാണോടാ നിന്റെ കളി? ഈ നെട്ടൂരാനോടാണോടാ നിന്റെ കളി? ശരി. നീ നെറ്റൂരാണ്. നിന്റെ 2 എന്റെ നെറ്റിയിൽ ഇടിച്ചറാ. ഈ നെട്ടൂരാനോടാണോ നിന്റെ കളി? ഈ നെട്ടൂരാനോടാണോ നിന്റെ കളി? അപ്പുറത്ത്. ഈ നെട്ടൂരാനോടാ. ഇതില് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് അൻസിലയാണ്. ഏറ്റവും മികച്ചതായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത് അൻസിലയ്ക്ക് നമ്മുടെ ടീമിലേക്ക്, ആദിയുടെയും വിജയുടെയും നമ്മുടെ ഈ സൈഡിലെ ടീമിലേക്ക് സ്വാഗതം. നിസാമോൾ പോയെടുത്ത് നമ്മൾ അൻസിലെ ഇറക്കിയിരിക്കുകയാണ്. KSFE ഹാർമണി ചിട്ടികളെ എത്രയും വേഗം തന്നെ നിങ്ങൾ പോയി എടുക്കുക. കാരണം ആദ്യം എടുക്കുന്ന 100 പേർക്ക് സിംഗപ്പൂരിലേക്കുള്ള ഒരു വിമാന യാത്ര നിങ്ങളെ കാത്തിരിക്കുകയാണ്. നമ്മൾ എത്തിയിരിക്കുകയാണ് ലെവൽ 3-ൽ. നിങ്ങളെ കാത്തിരിക്കുന്നത് എന്താണെന്നറിയാവോ അശ്വിനി? തിരിഞ്ഞു നോക്ക്. 15,000 രൂപയുടെ ഒരു വാഷിംഗ് മെഷീൻ നമ്മളെ നോക്കി തിരിച്ചോണ്ടിരിക്കുന്ന കണ്ടോ? അങ്ങനെ മൊത്തം നമുക്ക് 15,000 രൂപയുടെ നേരത്തെ 2 ലെവലിലും
ഗിഫ്റ്റുകളും ഇപ്പോഴത്തെ 10,000 ചേർത്ത് ടോട്ടൽ 30,000 രൂപയുടെ സമ്മാനങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. Come on. അൻസില ഒരു കിടിലം ചാൻസ് ആണ് കേട്ടോ. കാര്യം ഇടയ്ക്ക് കയറി വന്നിട്ട് ഇപ്പൊ ഈ ഗെയിം വിജയിച്ച ഈ 30,000 രൂപ ആർക്കാണ്? അതല്ല, ഇവിടെയാണ്. ഓക്കേ, ഇനി ഗെയിം എന്താണെന്ന് ദാണ്ട ഈ ചോട്ടം പറഞ്ഞു തരും. സിമ്പിൾ ആണ്. ആ. നിങ്ങൾ ഇങ്ങോട്ട് പിടിക്കുക, ഇങ്ങനെ പിടിക്കണം, കണ്ടോ? എന്നിട്ട് നിങ്ങൾ ചുറ്റണം. ഇപ്പൊ എങ്ങനെയാണോ ഇത് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ബോഡിയിൽ ഇതിന് ചുറ്റണം. 60 സെക്കൻഡ് സമയം നിങ്ങൾക്കുണ്ട്. ആ 60 സെക്കൻഡിൽ ഏറ്റവും കൂടുതൽ ചുറ്റിയെടുത്തിരിക്കുന്ന ആളായിരിക്കും വിജയിക്കുന്നത്, അല്ലെങ്കിൽ ആദ്യം ഫിനിഷ് ചെയ്യുന്ന ആൾ ജയിക്കും. എങ്കിൽ അങ്ങനെ സിമ്പിൾ പരിപാടി. കൗണ്ട് ഡൗൺ ദാണ്ട തുടങ്ങാൻ പോവാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ്. റെഡി, പിടിച്ചോ, കറങ്ങിക്കോ. അത്രേ ഉള്ളൂ. ഭഗവാനെ, ആ, ആ, ആ. അടിപൊളി. ടിം, 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 ആ, എന്റെ അഞ്ചര കിടന്ന് കറങ്ങണ കണ്ടാ? അങ്ങോട്ട് കുറച്ച് അയ്യോ, rest അയ്യോ, എടുത്താലും കുഴപ്പമില്ല. പതുക്കെ, ആ, പതുക്കെ. കറങ്ങിക്കോ, വീടല്ലേ, കറങ്ങിക്കോ, വീടല്ലേ, കറങ്ങിക്കോ, അയ്യോ, കറങ്ങിക്കോ, അയ്യോ, അയ്യോ, കറങ്ങിക്കോ, കറങ്ങിക്കോ, കറങ്ങിക്കോ. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. അല്ല. ആ, കഴിഞ്ഞടാ, ഞങ്ങൾ ജയിച്ചടാ. അത് പറ്റൂല. ഫയർമാൻ ജയിച്ചേ. ഇന്ന് നിന്റെ ദിവസം അല്ലടാ മോനെ വിജയ്. ഇന്നതാ 3ാമത്തെ ലെവലും അടിച്ച് 30,000 രൂപയുടെ സമ്മാനമായി മുമ്പോട്ട് പോകുന്നു അശ്വിനി. അളിയാ, പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. അതൊക്കെ നിന്ന് കറങ്ങിയ ഒരു സ്പീഡ് ഉണ്ടല്ലോ. അത് സത്യം, തുടക്കത്തിൽ സൂപ്പർ തല കറങ്ങിയതിന് ശേഷവും പുള്ളിക്കാരി വിട്ടുകൊടുക്കാതെ പിന്നും കറങ്ങി. അളിയാ, ഓ, പറ നീ അളിയാ. അങ്ങോട്ട് വലിയായിട്ട് നെളിക്കണ്ട. 3ാമത്തെ ലെവലിൽ ജയിച്ചെന്നൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇനി അടുത്ത ഒരു സംഭവം വരാൻ പോണുണ്ട്. അതെ, ഒരു ജാക്ക് പോട്ട് റൗണ്ടാ വരുന്നത് കേട്ടോ. അതായത് അടിച്ചു മോനെ എന്ന റൗണ്ടിന്റെ പേര്. അത് വെറും ഭാഗ്യ പരീക്ഷണത്തിന്റെ ഒരു കളിയാണ്. ഈ ടാസ്ക് ഒന്നും അല്ല. ഭാഗ്യമാരുടെ കൂടെയാണോ അയാൾക്കായിരിക്കും ഈ സമ്മാനങ്ങളെല്ലാം ലഭിക്കാൻ പോകുന്നത്. നമ്മുടെ ഈ സെറ്റപ്പ് ഒക്കെ കണ്ടല്ലോ. നമ്മളെ ജാക്ക് പോട്ട് റൗണ്ടിലേക്ക് പോവാണ്. അപ്പൊ നിങ്ങളിൽ ആർക്കാണ് ഭാഗ്യമുള്ളത് എന്ന് നമ്മൾ നോക്കുന്നതിന് മുന്നേ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ എത്തിയ ഓഡിയൻസിൽ ആർക്കാണ് അത് ഭാഗ്യം correct. എന്ന് അറിയണ്ടേ? അത് കൊള്ളാം, അത് കൊള്ളാം. വേണ്ടേ? നിങ്ങൾക്ക് ഒരു സമ്മാനം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന്, ഈ കൈഡികൾക്ക്, ഈ ചിരികളികൾക്ക് നിങ്ങൾക്ക് ഇതാ സമ്മാനമുണ്ട്. അത് തിരഞ്ഞെടുക്കാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ആദിമോൻ തിരഞ്ഞെടുക്കൂ. നാട്ടുകാരുടെ ആർക്കാണ്? മനസ്സിൽ ആദ്യം നിറച്ചുകൊണ്ട് ഇതാ ആദ്യം തിരഞ്ഞെടുക്കുകയാണ്. അതെ, നിഷാൻ, നിഷാൻ എവിടെ? ഭാഗ്യം. നിനക്ക് വേണ്ടിയായിരുന്നു. എല്ലാരും കൈയടിച്ച് ഈസ്റ്റേൺ 5 minutes കിടിലം breakfast specials ഈ കവറിലുണ്ട്. ട്രൈ ചെയ്യണേ. ആഹാ. അങ്ങനെ ഭാഗ്യ പരീക്ഷണത്തിന് തയ്യാറായി. 2 ചട്ടി തൂക്കിയിട്ടിട്ടുണ്ട്, 2 കുടം. അടിച്ചു മോനെ. ഇതിലൊരു കുടത്തിൽ നമ്മുടെ ഭാഗ്യമുണ്ട്. അപ്പൊ ഇതിൽ ഏത് വേണോ അശ്വിനിക്ക് അടിച്ച് പൊട്ടിക്കാം കേട്ടോ. അപ്പൊ അശ്വിനി പ്രാർത്ഥിച്ച് ദൈവത്തെ വിളിച്ചിട്ട് ഏത് നോച്ച സെലക്ട് ചെയ്ത് അടിച്ച് പൊട്ടിക്ക്. എന്റെ കയ്യിലാണല്ലോ എല്ലാം. അശ്വിനി വിന്നർ ആയതുകൊണ്ടാണ് അശ്വിനിക്ക് അടിച്ച് പൊട്ടിക്കാനുള്ള അവസരം കിട്ടുന്നത് കേട്ടോ. 3 ലെവല് നമ്മുടെ കയ്യിലായിരുന്നു. ഇനി ഭാഗ്യം കൂടെ നമ്മുടെ കയ്യിലുണ്ടെന്ന് നോക്കാം. ഏത് വേണോ അടിച്ചോ. അങ്ങനെയൊന്നും പറയില്ല, അത് എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അത് അവനെ പിന്നെ അടിക്കാം. എന്തുവാ? തപ്പേ, ആ മുട്ടയിടാ. ഇതുകൊണ്ട് മുട്ട പോകുന്നു. ഒരു മുട്ട ഉരുണ്ട് പോണ്ട് മുട്ട അടിച്ചെടുക്കാം. ആ ദണ്ട് ഇങ്ങോട്ട് തരൂ. നീ ഇങ്ങോട്ട് മാറി നിൽക്കുക. ആ. നിന്റെ മുട്ട കൈ കിട്ടിയല്ലോ. കിട്ടിയല്ലോ. താഴെ പേപ്പർ ഒന്നും കിടപ്പില്ലല്ലോ. ഇല്ല. ആ, നേരെ നോക്കിക്കോ. അത് നമ്മൾ സെറ്റപ്പ് ഉണ്ടാക്കി വേറെ ഓക്കെ, പിടിച്ചോ. അൻസില പ്രാർത്ഥിച്ചോണ്ട് പൊട്ടിക്കുമോളെ. അടിച്ചു മോളെ. എവിടെ മുട്ട? വേർ ഇസ് മൈ മുട്ട. അപ്പൊ എന്തിനായാലും നിങ്ങളല്ലേ ആദ്യം അടിച്ചത്. അപ്പൊ നമ്മൾ ആദ്യം മുട്ട നിങ്ങൾ മുട്ട തുറന്നു നോക്കൂ. നിങ്ങളുടെ മുട്ടയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടോന്ന്. പ്രാർത്ഥനയോടുകൂടി ആ മുട്ട ഞാനിതാ ഐശ്വര്യമായിട്ട് തുറക്കാൻ പോവുകയാണ്. ആ മുട്ടയിലാണെങ്കിൽ 30,000 വില മതിക്കുന്ന ഒന്നുമില്ല, കുറച്ച് വായു മാത്രം. അപ്പൊ അതായത് ഇന്ന് കഴിവ് മാത്രമല്ല ഭാഗ്യവും നമ്മുടെ കുട്ടി അശ്വിനിയുടെ കൂടെയാണ്. അശ്വിനിക്ക് ലഭിക്കുന്ന 30,000. നിനക്കിപ്പോ ഒരു കാര്യം മനസ്സിലായ? കഷ്ടപ്പെടുന്നിടത്ത് ഭാഗ്യവും ഞങ്ങളെ തുണച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് നീ ഇനി എത്ര മുട്ടിപ്പായി പ്രാർത്ഥിച്ചാലും നിനക്ക് ഒന്നും കിട്ടില്ല. ഒരു ചാൻസും കൂടെ. ഇന്ന് നിനക്ക് ഒരു ചാൻസും ഇല്ല. ചാൻസ് ഇനി എനിക്ക് നാളെ ഉള്ളൂ. പിന്നെ വേറൊരു സംഭവം കേട്ടാ. ഇന്നത്തെ ഗെയിം താണ്ട ഇവിടെ കൊണ്ട് തീരുകയാണ്. നാളെ നമ്മൾ വീണ്ടും തുടങ്ങും. അതങ്ങോട്ട് നോക്കൌട്ട് ലെവലാണ്. അത് ആരാണ് ജയിക്കുന്നത് അത് പണി പാളുമില്ലെങ്കിൽ ഇനി കണ്ണാടി വെക്കാത്തോണ്ടാണോ തോന്നുന്നു നമ്മളിന്ന് തോറ്റത് അല്ലേ? നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോണെന്ന്. അപ്പോ ഇനി ഈ മത്സരത്തിൽ എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയാൻ നിങ്ങൾ നാളെ വരെ കാത്തിരിക്കണം. ഇപ്പോൾ ഞങ്ങൾ പോയി
ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് തിരിച്ചു വരാം. അപ്പോ നാളെ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈ ജി ഫ്യൂച്ചർ അടിച്ച് കേറി വാ, co-branded by KSFE ഹാർമണി ചിട്ടികൾ. സ്പെഷ്യൽ പാർട്ട്ണർ ISSD, require a job, acquire a skill and happy pickers. Good night. Together